കല്യാണി. അയ്യോ വല്യഞ്ഞെ, മാഡം വിളിക്കുന്നു. ഞാൻ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാട്ടോ. ശരി ശരി. കല്യാണി. ആ ദേ വരുന്നു മാഡം. മാഡം, ഇടയ്ക്ക് നീ മുകളിൽ പോയി നോക്കുന്നുണ്ടോ? അവിടെ വിളക്ക് കരിന്തിരി കത്തുന്നുണ്ടാവും. മാലകളും വാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് മാറ്റി പുതിയതിടണം. വിളക്കിൽ എണ്ണയും ഒഴിക്കണം. അങ്ങോട്ട് ചെല്ല്. ശരി മാഡം. നിന്നെ എപ്പോഴും ഫോണിൽ വിളിക്കുന്നത് ആനന്ദാണെന്ന് ഞാൻ പറഞ്ഞാലല്ലേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് വിശ്വാസാവാത്തത്? ഫോൺ വഴി തന്നെ അത് നേരിട്ട് പറഞ്ഞാലോ? അപ്പൊ വിശ്വാസാവുമല്ലോ. ഇപ്പൊ കാണിച്ചുതരാം. എന്താ അവള് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇനി ആനന്ദ് കല്യാണിയെ വിളിക്കുമ്പോ കോൾ നേരെ അഖിലാണ്ടേശ്വരിക്ക് പൊയ്ക്കോളും. കോൾ അഖിലാണ്ടേശ്വരിയുടെ നമ്പറിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ ഇനി നേരിട്ട് കേട്ടോളും മകൻ അടുക്കളക്കാരിയോട് പ്രേമസല്ലാപം നടത്തുന്നത്. ഇനി തൽക്കാലം ഭദ്രമായിട്ട് ഈ ഫോൺ എന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. മൊബൈൽ എവിടെ പോയി? ഞാൻ അഖില മാഡം വിളിച്ചപ്പോ ഇവിടെ വെച്ചിട്ട് പോയതാണല്ലോ. ഇതിപ്പോ അരമണിക്കൂർ കഴിഞ്ഞല്ലോ, വിളി വന്നില്ല. കല്യാണി ഇനിയിപ്പോ എന്റെ ഫോണും പ്രതീക്ഷ നിൽക്കായിരിക്കോ? വിളിച്ചു നോക്കാം. റിംഗ് പോകുന്നുണ്ടല്ലോ. കല്യാണി ഫോൺ എടുക്കുന്നുമില്ല. എന്ത് പറ്റിയതായിരിക്കും? കല്യാണിയുടെ ഫോണിൽ നിന്ന് കോൾ ഡൈവേർട്ടോ? കല്യാണിക്ക് അതിന് കോൾ ഡൈവേർട്ടൊന്നും അറിയില്ലല്ലോ. കട്ടായി പോയല്ലോ. ആനന്ദാണല്ലോ. ഷുവറാ, കല്യാണി എന്റെ ഫോൺ ഡൈവേർട്ട് ചെയ്യാൻ ഒരു വഴിയുമില്ല. ഇതാരോ കളിച്ചോണ്ടിരിക്കുന്നത്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അമ്മയാണല്ലോ. മൈ ഗോഡ്, ഇനി എന്റെ കോൾ അമ്മയ്ക്കായിരിക്കും ഡൈവേർട്ടായി പോയത്. ഹലോ അമ്മേ. ആനന്ദേ, അമ്മ വന്ന് ഫോൺ എടുത്തപ്പോഴേക്കും കട്ടായി. പറഞ്ഞു, എന്താ ഈ ഓഫീസിലെത്തിയിട്ട് അരവിന്ദ് എല്ലാം കുളമാക്കി വെച്ചിട്ടുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ. ഒന്ന് രണ്ട് ചെറിയ ഡൗട്ടുകളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ ഫിനാൻസ് മാനേജറെ വിളിച്ചതാ. നമ്പർ മാറി അമ്മയ്ക്ക് വന്നു. ഓഹോ, അതാണോ കാര്യം? അത് സാരമില്ല, യു ക്യാരി ഓൺ. ശരി അമ്മേ, താങ്ക്സ്. ഓക്കെ, ബൈ മോനെ. ഇതെവിടെ പോയി? ഞാൻ കല്യാണിയെ വിളിച്ച കോൾ അമ്മയ്ക്ക് പോണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഫോണിലേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത്. അതാരായിരിക്കും അങ്ങനെ ചെയ്യാൻ? വേറെ ആര്? തൃച്ചംബരത്തെ വിലാസിനി തന്നെ. ശരിയാക്കാം. ആനന്ദാണല്ലോ. ഇവനെന്തിനാ എന്നെ വിളിക്കുന്നേ? ഏതായാലും ചോദിച്ചോളെ. ഹലോ. ഇളയമേ, ആനന്ദ.
മനസ്സിലായി മനസ്സിലായി. ആ നീ പറ ആനന്ദേ, എന്താ പതിവില്ലാത്തൊരു ഫോൺ വിളി? ആ അത് കൊള്ളാം. എന്തു പറ്റി ഇളയമ്മേ? എനിക്ക് വിളിച്ചുകൂടെ ഇളയമ്മേ? വിളിക്കാം വിളിക്കാം, അതിനെന്താ ഇപ്പൊ കുഴപ്പം? പക്ഷെ സാധാരണ നീ എന്നെ വിളിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഇളയമ്മ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ പറയാൻ? ഉണ്ട് ഇളയമ്മേ. നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അത് പറയാനാ ഇപ്പൊ വിളിച്ചത്. ഓ ഹാ, എന്തിനാ ആനന്ദ ഇനി പുതിയ ബിസിനസ് ഒക്കെ? ഇപ്പൊ തന്നെ നോക്കാൻ പറ്റാത്ത അത്രയും ബിസിനസ്സുകളുണ്ട്. ഇതിനിടയിൽ എന്തിനാ എല്ലാം കൂടി എടുത്ത് തലയിൽ കയറ്റി വെക്കുന്നേ? അല്ല, ഇളയമ്മ നെഗറ്റീവായിട്ട് പറയുന്നൊന്നും അല്ല കേട്ടോ. നിന്റെ ആരോഗ്യം കൂടി നോക്കണ്ടേ, അത്രേ ഉള്ളൂ. അറിയാ ഇളയമ്മേ, പക്ഷേ കാറ്റുള്ളപ്പോ തൂറ്റണമെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഇപ്പൊ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ ഇളയമ്മയെ കൂടി പാർട്ണറാക്കി ലാഭത്തിന്റെ ഒരു 10% ഷെയർ തരാന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്നെയും കൂടി പാർട്ണർ ആക്കാനോ? എന്റെ തൃക്കാക്കരപ്പാ, ആനന്ദേ, ആനന്ദ നീ പറയുന്ന സത്യാണോ? ഇളയമ്മയ്ക്ക് സന്തോഷായി മോനെ. അതെ, ഈ തൃച്ചംബരത്തിന്റെ ഐശ്വര്യം തന്നെയാ നീ. അല്ല, ഇളയമ്മ ഇപ്പൊ ഓഫീസിലേക്ക് വരണോ? എന്തെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്യണമെങ്കിൽ ഇളയമ്മ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് വരാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, ഇങ്ങോട്ടൊന്നും വരണ്ട. ഇളയമ്മ അവിടെ തന്നെ ചെറിയൊരു ഹെൽപ്പ് ചെയ്താ മതി. ആ പറഞ്ഞോ പറഞ്ഞോ ആനന്ദേ, എന്ത് സഹായ ഇളയമ്മ ചെയ്യണ്ട പറ. മടിക്കാതെ പറഞ്ഞോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഇളയമ്മേ, ഈ തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെയും ബ്രാൻഡ് അംബാസിഡർ കല്യാണി തന്നെ ആവണമെന്ന് അവര് പറയുന്നത്. എനിക്കാണെങ്കിൽ കല്യാണിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കല്യാണിയുടെ സമ്മതം വാങ്ങിയിട്ട് വേണം അവരെ ബന്ധപ്പെടാൻ. ഇളയമ്മ ഫോണൊന്ന് കല്യാണിയുടെ കൈ കൊടുത്തേ പ്ലീസ്. ശല്യം, എനിക്കറിയായിരുന്നു നീ ഇത് തന്നെ ആയിരിക്കും ആവശ്യപ്പെടുന്നേന്ന്. ഹലോ ഇളയമ്മേ. ആ അല്ല, വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. നമുക്ക് ഈ ബിസിനസ് ഒക്കെ അങ്ങ് വിട്ടുകളയാം, അത്രേ ഉള്ളൂ. അയ്യോ, അത് വേണ്ട വേണ്ട ആനന്ദേ, ഞാൻ ഇപ്പൊ തന്നെ ഫോൺ കൊണ്ടുപോയി കൊടുക്കാം. ആ ഞാൻ ഇപ്പൊ റൂമിലാ, കിച്ചണിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചു തരാം. ഇപ്പൊ കട്ട് ചെയ്തേക്ക്. ഏയ് വേണ്ട 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 വേണ്ട, ഫോൺ കട്ട് ചെയ്യൊന്നും വേണ്ട. ആ ഇളയമ്മ ഫോൺ കൊണ്ടുപോയി കൊടുത്താൽ മതി, ഞാൻ ഹോൾഡ് ചെയ്തോളാം. ആ ആ ശരി. കല്യാണി, മാഡം. ആനന്ദ സംസാരിക്ക്. ഹലോ വലിയ. ആ കെട്ടിയോളെ, നീ എന്താ ബിസി ആയിരുന്നോ? ഫോൺ കോൾ ഡൈവേർട്ടിലിട്ടിരിക്കുന്നു. വിളിച്ചപ്പോ അമ്മയാണല്ലോ ഫോൺ എടുത്തത്. അയ്യോ അയ്യോ വലിയ, എന്റെ ഫോൺ ഇവിടെ കാണുന്നില്ല. ഞാനത് നോക്കായിരുന്നു എല്ലായിടത്തും. ഫോൺ കാണുന്നില്ലെന്നോ? അരമണിക്കൂർ മുമ്പ് നീ എന്നോട് ഫോണിൽ സംസാരിച്ചല്ലേ ഉള്ളൂ. അതിനിടയിൽ എങ്ങനെ ഫോൺ കാണാതെ പോകുന്നത്? വല്യൂഞ്ഞിനോട് സംസാരിച്ച് തീർന്നിട്ട് ഞാൻ കിച്ചണിൽ തന്നെ ഫോൺ വെച്ചു. പൂജവെപ്പ് ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരികെ വന്നപ്പോ ഫോൺ കാണുന്നില്ല. ഓ, അപ്പൊ ഇത് ഇളയമ്മയുടെ പണിയായിരിക്കും. ശരിയാക്കി കൊടുക്കാം. ആ ശരി, നീ ഒരു കാര്യം ചെയ്യ, ഇളയമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്ക. 5 മിനിറ്റിനുള്ളിൽ നിന്റെ ഫോൺ നിന്റെ കയ്യിൽ തിരികെ വന്നിരിക്കും. നീ ഫോൺ കൊടുക്ക. ആ ശരി വല്യൂഞ്ഞെ. മാഡം, വല്യൂഞ്ഞ് ഫോൺ മാഡത്തിന്റെ കയ്യിൽ തരാൻ പറഞ്ഞു. ആ പറ ആനന്ദേ. ഒന്നും പറയണ്ട, കല്യാണി ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവളാണെന്ന് ഞാൻ കരുതിയില്ല ഇളയമ്മേ. അവള് കാരണം എല്ലാം പറഞ്ഞു ഓക്കെ ആക്കി വെച്ചിരുന്ന 100 കോടി രൂപയുടെ ബിസിനസ് ഇപ്പൊ നഷ്ടമാവാൻ പോകുന്നത്. എന്തൊക്കെയാ ആനന്ദേ നീ പറയുന്നേ? ഇവള് കാരണം 100 കോടിയുടെ നമ്മുടെ ബിസിനസ് നഷ്ടമാവാൻ പോകുന്നുണ്ടോ? അതേ ഇളയമ്മേ, ആ ഓവർസീസ് കമ്പനിന്ന് കല്യാണിയുടെ ഫോണിലേക്ക് ഒരു OTP നമ്പർ വരും. അതിന് 5 മിനിറ്റേ വാലിഡിറ്റി ഉള്ളൂ. ആ OTP നമ്പർ തിരികെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാ പാർട്ട്ണറായ ഇളയമ്മയുടെ അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡുവായ 5 കോടി രൂപ വരുന്നത്.
എന്റെ അക്കൗണ്ടിലേക്ക് 5 കോടി രൂപ വരുമെന്നോ? സത്യാണോ നീ പറയുന്നേ? അതേ ഇളയമേ, സത്യം. പക്ഷേ കല്യാണിയുടെ മൊബൈൽ ഇപ്പൊ കാണുന്നില്ലല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? അയ്യോ, അത് കല്യാണിയുടെ മൊബൈൽ അല്ലേ, നമുക്ക് നോക്കാം ആനന്ദേ. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. മൊബൈൽ എന്തൊക്കെയായാലും പറഞ്ഞൊന്നും പോവില്ലല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ ആ OTPയുടെ വാലിഡിറ്റി വെറും 5 മിനിറ്റ്. ഇപ്പൊ തന്നെ 2 മിനിറ്റ് പോയി. അയ്യോ, ഇനി 3 മിനിറ്റിനുള്ളിൽ അത് കണ്ടുപിടിക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഇളയമ അത് വിട്ടേക്ക്. ഈ ബിസിനസ് നമുക്ക് വിധിച്ചിട്ടില്ല, അത്ര തന്നെ. അങ്ങനെ പറയല്ലേ ആനന്ദേ. ഇനി 3 മിനിറ്റ് ഉണ്ടല്ലോ, അതിനു മുമ്പ് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നീ ഫോൺ വെച്ചേക്ക്. ഈശ്വരാ, കോടികളുടെ പ്രോജക്റ്റാ. വിടാൻ പറ്റില്ല. അയ്യോ, ഞാനിത് ഇവിടെ എവിടെയോ വെച്ചല്ലോ. വെപ്രാളത്തിനിടയിൽ എവിടെയോ വെച്ചെന്ന് ഓർമ്മ വരുന്നില്ല. എന്റെ ദൈവമേ, 5 കോടി കയ്യിന്ന് പോവോ? കിട്ടി. എവിടെ മെസ്സേജ്? ഈ ഫോണിന് ചാർജും ഇല്ലല്ലോ. ഈ ചാർജർ എവിടെ കിടക്കുന്നേ? സമയത്തിന് നോക്കിയാ ഒന്നും കാണില്ല. ആശം, എവിടെയാ അത്? മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ. പക്ഷെ അവൻ പറഞ്ഞത് അവനെ തന്നെ വിളിച്ചു നോക്കാം. എന്താളേമേ, കല്യാണിയുടെ ഫോൺ കിട്ടിയോ? കിട്ടി. ഞാനേ ഒരുപാട് പാടുപെട്ടാ കണ്ടുപിടിച്ചത്. പക്ഷെ ആനന്ദേ, ഇതിലെ OTP നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ. ഓഹോ, ഞാൻ നോക്കിട്ട് കണ്ടില്ല. അത് പിന്നെ ഇളയമ്മ, ആ മൊബൈലിലെ കോൾ ഡൈവേർട്ട് മാറ്റിയായിരുന്നോ? അയ്യോ, ഇല്ല. ഒരു സെക്കൻഡേ. മാറ്റി. പക്ഷെ എന്നിട്ട് OTP നമ്പർ ഒന്നും വന്നില്ലല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇളയമേ, അത് പിന്നെ ആ 4 നമ്പറിൽ നിന്ന് വന്ന OTP അല്ലേ? ഇപ്പൊ തന്നെ 6 മിനിറ്റായി. സമയം കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങ് ഡിലീറ്റ് ആയി പോയി കാണും. അയ്യോ, ഇനിയിപ്പോ ആ ബിസിനസ് നടക്കില്ല. ഒരു കാര്യം ചെയ്യ, ഇളയമ്മ ആ ഫോൺ കല്യാണിയുടെ കൈ തന്നെ കൊടുത്തേക്ക്. നമുക്ക് അടുത്ത ചാൻസുകൾ നോക്കാം. ഓഹോ, അത് ശരി. അപ്പൊ നീ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേ, വൃത്തികെട്ടവൻ. സോറി ഇളയമ്മ, നിങ്ങളെ കല്യാണിയുടെ ഫോൺ അടിച്ചു മാറ്റി ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടാ എനിക്ക് വൃത്തിയേട് ചെയ്യേണ്ടി വന്നത്. ഏതായാലും ഇളയമ്മ കല്യാണിയുടെ കയ്യിലെ ഫോൺ കൊടുത്തേക്ക്. എന്നിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്ക. ഞാൻ ഫോൺ വെക്കാണേ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ആനന്ദിന്റെ വാക്കിന്റെ വില എന്താണെന്ന്? ഞാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റിനകം എന്റെ കെട്ടിയോളുടെ ഫോൺ നിന്റെ കയ്യിൽ തിരിച്ചെത്തിയില്ലേ? ഇനിയെങ്കിലും അത് അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ. കെട്ടിയോളെ, ആ ഫോണിലൂടെ ഒരു പാട്ട് പാടി ഞാൻ കേക്കട്ടെ.
ഇതിലെ സ്വിച്ചിൽ ഞെക്കുമ്പോൾ എനിക്ക് അലാറം കേൾക്കും. എന്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. വല്യൂഞ്ഞേ, എനിക്കിതെന്താ പറ്റിയേ? രാവുകൾ കൂർക്കം വലിച്ച് ഉറങ്ങി തീർക്കാറില്ല എനിക്ക്. ഈ രാവുകളാ ഉറങ്ങാണ്ട് കൂട്ടിരിക്കണേ. കണ്ണടച്ചാ കാതില് വല്യൂഞ്ഞിന്റെ കാലച്ചാ കേൾക്കണേ. ഉള്ളില് വല്യൂഞ്ഞ് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നൊരു തോന്നല്. സത്യം പറഞ്ഞാ എനിക്ക് പ്രണയിക്കാനൊന്നും അറിയില്ല വല്യൂഞ്ഞ്. പക്ഷേ കാണുന്ന സമയത്ത് എന്റെ കണ്ണിലും കാണാത്ത സമയത്ത് എന്റെ ഉള്ളിലും എപ്പോഴും വല്യൂഞ്ഞ. ഏത് നേരത്തും എന്റെ കണ്ണത്ത് നൂരത്ത് തന്നെ ഉണ്ടാവണമെന്നൊരു മോഹം. വല്യൂഞ്ഞെ, സത്യം പറഞ്ഞ ആനന്ദേട്ടാന്ന് എത്ര കൊതിയോടെയാ ഞാൻ വിളിക്കണെന്നറിയോ? അങ്ങനെ വിളിക്കുമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷ ഉള്ളില്. ഒരിക്കൽ വല്യുകുഞ്ഞിന്റെ പെണ്ണായിട്ട് എനിക്ക് ഈ നാട്ടിലൂടെ ആ കയ്യും പിടിച്ച് അന്തസ്സോടെ നടക്കണം. ആ നാളുകൾക്ക് വേണ്ടി ഞാൻ കണ്ണു നട്ട് കാത്തിരിക്കുക. വല്യുകുഞ്ഞില്ലാത്തൊരു ജീവിതം കല്യാണിക്കിനി ആലോചിക്കാൻ കൂടി പറ്റില്ല. അങ്ങനെ ഉണ്ടായ എന്റെ അമ്മയുടെ കൂട്ടും തേടി ദൂരെയുള്ള ലോകത്തേക്ക് ഞാൻ പോവും. അതുറപ്പാ. ദേ, ഇപ്പൊ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഈ സ്വിച്ച് അമർത്തിയാ വല്യുകുഞ്ഞ് മുന്നിൽ വരുമോ? അന്ന് റോഡിൽ വന്നതുപോലെ? അല്ലെങ്കിൽ വേണ്ട, എല്ലാം വെറുതെ തോന്നുന്നതാ. ഈ രാത്രിയിൽ ഇപ്പൊ വല്യുകുഞ്ഞ് എവിടുന്ന് വരാനാ? എന്നാലും ചിലപ്പോ വന്നാലോ? ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഇതിലമർത്തി ഉടനെ എത്തുന്നൊക്കെ പറഞ്ഞിട്ട്, ഓഹോ, അപ്പൊ ആപത്ത് സമയത്തേ വരുള്ളൂ അല്ലേ? ശരി, ആയിക്കോട്ടെ. ഇനി പോയി കിടക്കാം. സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാ മതിയായിരുന്നു. ഒന്നുരയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി. എന്റെ ഭഗവതിയെ, വല്യുകുഞ്ഞ്. അതെ, നിന്റെ ആനന്ദേട്ടൻ. എന്നെ കാണാൻ ഇത്രയും കൊതിച്ചിട്ട് നിന്റെ ഇഷ്ടങ്ങളൊക്കെ നീ എന്തിനാ കല്യാണി എന്നിന്ന് മറച്ചു വെക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഭയം കൊണ്ടാ. ഓഹോ, അപ്പോ എന്നെ നിനക്ക് ഭയമാണല്ലേ? അതെ, ഭൂതല്ലേ. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കഥയില് അത്ഭുത വിളക്കിൽ അമർത്തുമ്പോ അരികിലെത്തുന്നത് പോലുള്ള ഭൂതം. അതെ, ഭൂതം തന്നെയാ. ഒരു സുന്ദരി പെണ്ണിനെ പ്രേമിക്കുന്ന ഭൂതം. കല്യാണി, എന്തു പറ്റിയച്ചാ? കിടന്നിട്ട് ഉറക്കം വന്നില്ലേ? എനിക്കും അങ്ങനെ തന്നെയാ. ഇടയ്ക്ക് കറണ്ട് പോവും, നല്ല ഉഷ്ണമാവും. അതാ ഞാൻ പുറത്തിറങ്ങി വന്നത്.
എന്തു പറ്റി? അച്ഛനെന്താ ഈ ചുറ്റിലുമൊക്കെ നോക്കണേ? അല്ല കല്യാണി, നിന്റെ കൂടെ തോന്നിയതായിരിക്കും. ചോദിച്ചു വെറുതെ മോശക്കാരനാവണ്ട. ശരി ശരി, ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനിയും പുറത്തും കണ്ട. ആ ചെല്ല്. ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. വലിയ കുഞ്ഞിനെ കണ്ടതുപോലെ തോന്നുകയും ചെയ്യും. ചിലപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും. ഈയിടെയായിട്ട് കേൾവിക്കും കാഴ്ചയ്ക്കൊക്കെ കുഴപ്പമാണല്ലോ. നാളെ ഏതായാലും ഡോക്ടറെ കാണാൻ പോകണം.